വിനോദ് സാറേ, നമസ്കാരം. നമസ്കാരം. സാറേ, നിങ്ങളുടെ ഈ പ്രോജക്റ്റിനെ കുറിച്ചൊന്ന് വിശദീകരിക്കാമോ? ശരിക്ക് ഞങ്ങൾ കോഫി ബീൻ പ്ലാൻ ചെയ്യുമ്പോൾ ഞങ്ങളിവിടെ ഒന്ന് സ്ഥലം കണ്ടു. അപ്പോൾ ഇതിനകത്ത് ഒരു പ്രോജക്റ്റ് നമ്മൾ ആളുകളിലേക്ക് ലോഞ്ച് ചെയ്യണമെങ്കിൽ ഞങ്ങളുടെ സുഹൃത്തുക്കളും ഞങ്ങളുടെ ബന്ധുക്കളുമായിട്ട് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയെടുത്ത് അവർക്കൊരു ഇൻകം ജനറേറ്റഡ് സാധനം ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു. ഓക്കെ. അപ്പോൾ നമ്മൾ കേരളത്തിൽ കൃഷി പ്രോഫിറ്റബിൾ അല്ല, അല്ലെങ്കിൽ അതൊരു ഇൻകം ജനറേറ്റർ സാധനമായിട്ട് എടുക്കാൻ സാധിക്കില്ല എന്നുള്ളൊരു ഒരു വലിയൊരു ചലഞ്ച് മുന്നിൽ നിൽക്കുമ്പോഴാണ് ഞങ്ങൾ ഈ വയനാട്ടിലെ സാധാരണക്കാരെയും കൂടെ കൊണ്ടുവരത്തക്ക രീതിയിൽ പിന്നോക്കം നിൽക്കുന്ന വയനാട് ജില്ലയിൽ തന്നെ ഞങ്ങളുടെ പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യണം തീരുമാനിക്കുകയും ഇവിടെ അതിനായി കുറച്ച് സ്ഥലം കണ്ടെത്തുകയായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും ഞങ്ങളുടെ കൂട്ടായ്മ ചേർന്നുകൊണ്ട് സ്ഥലം കണ്ടെത്തുകയും ഇവിടെ ചന്ദനം പ്ലാന്റ് ചെയ്യും, അതോടൊപ്പം തന്നെ മറ്റ് അഗ്രികൾച്ചർ സാധനങ്ങളും കൂടെ ഡെവലപ്പ് ചെയ്യാമെന്നാണ് ഞങ്ങൾ വിചാരിച്ചത്. അതിലാദ്യമായിട്ട് ഞങ്ങൾ ചന്ദനത്തോട്ടം ഉണ്ടാക്കാമെന്ന് തീരുമാനിച്ചു. ഓക്കെ. എന്നാ സാറേ ഇത് സ്റ്റാർട്ട് ചെയ്തത്? ഞങ്ങൾ 2.5 വർഷം മുമ്പാണ് ഞങ്ങളിത് സ്റ്റാർട്ട് ചെയ്യുന്നത്. സ്റ്റാർട്ട് ചെയ്തിട്ട് ശരിക്ക് നമ്മൾ ആദ്യം പ്ലാന്റിങ് തുടങ്ങി. നമ്മൾ ആ പ്ലാന്റിങ് തുടങ്ങി ഇതാകുന്ന വരത്തേക്ക് നമ്മൾ അധികം ആർക്കും കൊടുത്തില്ല. ഞങ്ങളുടെ കൂട്ടം നിന്ന ആളുകൾക്ക് മാത്രം നൽകി. ബാക്കി ഞങ്ങൾ ആവശ്യപ്പെട്ട് വന്ന ഞങ്ങളുടെ ആളുകൾക്കും കൂടെ വന്ന് സ്ഥലം പിന്നെ എടുത്ത സ്ഥലം അവർക്ക് തന്നെ കൊടുക്കുകയാണ്. ഓക്കെ ഓക്കെ. അങ്ങനെ എടുത്തുകൊണ്ട് ഞങ്ങളിതിനെ കൂട്ടായ്മയായിട്ട് ഈ കോഫി ബീൻ പ്രോപ്പർട്ടീസിന് നേതൃത്വം നൽകിക്കൊണ്ടാണ് ഇത് മുന്നോട്ട് വന്നത്. ഒരു വർഷം മുമ്പ് ഇവിടെ വന്നപ്പോൾ കണ്ടുകഴിഞ്ഞ് വളരെ നല്ല രീതിയിലൊരു മാറ്റങ്ങൾ ഇവിടെ അനുഭവപ്പെട്ടു. കാരണം നല്ല ഗ്രോത്ത് ആയിട്ട്, കാരണം നല്ലപോലെ പരിചരണം കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഗ്രീൻ പ്ലാന്റ് ടെക്നോളജി ഉപയോഗിച്ചിട്ട് ഇവിടെ നല്ല രീതിയിലുള്ള ടെക്നോളജിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കണ്ടാൽ മനസ്സിലാവും. ഞങ്ങൾ ഒരാൾ പൊക്കത്തിന് മുകളിൽ വന്നു തുടങ്ങി. ഇതിന്റെ കാലഘട്ടം പോലും വിളിച്ചറിയത്തക്ക രീതിയിൽ. സാധാരണ ഇപ്പോൾ ഈ ചന്ദനം 15 മുതൽ 20 വർഷം കൊണ്ടാണ് 50 സെന്റിമീറ്ററിന് മേളിൽ വണ്ണമാകുന്നതെന്ന് പറയുന്നത്. പക്ഷേ എനിക്ക് ഇവിടുത്തെ ഒരു ചേഞ്ചസ് കണ്ടിട്ട് അതിനൊക്കെ മുമ്പേ തന്നെ 12 വർഷത്തിലേക്ക് തന്നെ. അതെ, ഇപ്പോഴും പറയുന്നത് 15 മുതൽ 20 വർഷം എന്നുള്ളത് മാത്രം. ആളുകളിലേക്ക് അമിതമായിട്ടുള്ള ഒരു പ്രതീക്ഷ കൊടുക്കുന്നില്ല. ഓക്കെ. ഇതോടൊപ്പം തന്നെ ഞങ്ങൾക്ക് നിങ്ങൾക്ക് കണ്ടാ അറിയാം, ഔക്കാഡോ, പേര, ഒട്ടേറെ ഫ്രൂട്ട് പ്ലാന്റ്സുകൾ നിറയെ, ഓറഞ്ച് ഒക്കെ ഉണ്ട്. ഊത് വരെ നമ്മൾ ഇതിനകത്ത് പ്ലാൻ ചെയ്യും. ആണല്ലേ? ഇൻകം നമ്മൾ 100% ഉറപ്പുവരുത്തിക്കൊണ്ടാണ്. ഇതോടൊപ്പം നമ്മൾ ഇനി ഇവിടെ ഈ മെമ്പേഴ്സിനെ തന്നെ ചേർത്തുകൊണ്ട് ചെറിയൊരു കോട്ടേജ് റിസോർട്ടുകളും കൂടെ ഇതിനകത്ത് പ്ലാൻ ചെയ്തു. അപ്പോൾ ഷോർട്ട് ടൈം ഇൻകവും ലോങ് ടൈം ഇൻകവും വരത്തക്ക രീതിയിൽ. ഓക്കെ. ഇപ്പൊ തന്നെ ഇവിടെ താമസ യോഗ്യമായിട്ടുള്ള അക്കോമഡേഷൻ ഫെസിലിറ്റീസ് ഒക്കെ വന്ന് താമസിക്കുന്നതിന് അതിന് വേണ്ട എല്ലാ സജ്ജീകരണങ്ങളും നമ്മൾ ചെയ്തു കഴിഞ്ഞു. അപ്പൊ നമ്മളെല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മളിത് ആളുകളിലേക്ക് പോലും പറയും. കാരണം ഒരു രീതിയിലും ആളുകൾ ചൂഷണം ചെയ്യപ്പെടരുത് എന്നുള്ളത് നമ്മള് ഇതന്നെ. പലരും ലോഞ്ച് ചെയ്യുന്നതിന് മുമ്പേ വലിയ പബ്ലിസിറ്റി കൊടുത്ത് ആളുകൾക്ക് ഒരു അമിത പ്രതീക്ഷ നൽകി അത് അവിടെ എത്തിച്ചേരാൻ പറ്റാത്ത ലെവലിലേക്ക് വരുന്നു. ഇത് ഞങ്ങൾ അങ്ങനെ 2.5-3 വർഷത്തോളമായി ഞങ്ങൾ ഇതിന് ഇതുവരെ ഒരു അഡ്വർടൈസ്മെന്റ് ഒന്നും കണ്ടിട്ടില്ല. അല്ലാതെ തന്നെ ഞങ്ങളൊരു ഇത് പുറമെ പറയാൻ നിങ്ങൾ ചോദിച്ചുകൊണ്ട് മാത്രം. കാരണം ആ ലെവലിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ഞങ്ങളുടെ ഉദ്ദേശം ഉണ്ടായിരുന്നത്. അതിൽ ഞങ്ങൾക്ക് ഇനി മുന്നോട്ട് പോകാനാണ് ഉദ്ദേശിക്കുന്നത്. ഞങ്ങളുടെ കൂടെ നിൽക്കുന്ന കൂട്ടായ്മ ഞങ്ങളോട് ഒത്തുവരുന്നവരെ അവർക്ക് വേണ്ട രീതിയിൽ ഉണ്ടാക്കുക എന്നുള്ളതാണ് കോഫി ബീൻ പ്രോപ്പർട്ടീസ്. ഏതായാലും ഈ സംരംഭത്തിന് എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. താങ്ക് യു സാർ. ഫ്രാൻസിസ് സാറേ, നമസ്കാരം. നമസ്കാരം. നിങ്ങളുടെ ഈ പ്രോജക്റ്റിനെ കുറിച്ച് വിനോദ് സാറ് പറഞ്ഞു. വളരെ നല്ലൊരു ആശയം മാത്രമല്ല, പബ്ലിസിറ്റി ഒന്നും കൊടുക്കാതെ തന്നെ നിങ്ങൾ വളരെ ഇതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്തിട്ടാണ് ഇത് ആരംഭിച്ചതെന്നും അതിൻ്റെ മാറ്റങ്ങൾ 1 വർഷം മുമ്പ് വന്ന ഒരു തോട്ടമല്ല ഇപ്പോൾ കാണുന്നത്. വളരെ നല്ല രീതിയിലുള്ള പ്രോഗ്രസ് അല്ലെങ്കിൽ വളർച്ച ഈ ചെടികൾക്ക്, അത് എല്ലാ തരത്തിലുള്ള ഫ്രൂട്ട് പ്ലാന്റ്സും വെച്ച് പിടിപ്പിച്ചിട്ട് വളരെ മനോഹരമായിട്ട് ഇപ്പോൾ ഇവിടെ കോട്ടേജുകളൊക്കെ ഇപ്പോൾ നിർമ്മിച്ചു. ഇവിടെ താമസയോഗ്യമായിട്ടുള്ള കോട്ടേജുകളായി ഇനിയും കൂടുതൽ നിർമ്മിക്കാൻ പോകുന്നു. വളരെ മറ്റ് ട്രാൻസ്പോർട്ടിങ്ങിനുള്ള വലിയ സൗകര്യങ്ങൾ, കോൺക്രീറ്റ് റോഡുകളും മറ്റു കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട്. വളരെ മനോഹരമായിട്ട്. ഈ പ്രോജക്റ്റിനെ കുറിച്ച് കൂടുതലായിട്ട് എന്താണ് സാറേ ഒന്ന് പറയാനുള്ളത്? ഞങ്ങൾ ഈ ചന്ദനം പ്ലാന്റ് ചെയ്യാൻ തന്നെ തീരുമാനിച്ചിട്ട് ഏകദേശം ഒരു 8 വർഷത്തോളായി. ഓക്കെ. ഈ കേരളത്തിലെ ഒരു റിട്ടയർഡ് DGP തമിഴ്നാട് രാജപാളയത്ത് ഇതുപോലെ ചന്ദനം പ്ലാന്റ് ചെയ്തു. ഞങ്ങൾ അവിടെ പോയി കണ്ട് ഞങ്ങൾ ഈ ചന്ദന കൃഷി നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റും എന്നുള്ള കുറച്ച് വിശ്വാസം ഞങ്ങളിൽ വന്നതിന് ശേഷമാണ് ഞങ്ങൾ 5 വർഷങ്ങൾക്ക് മുമ്പ് വാഗമണിൽ ആദ്യം ചന്ദനം നട്ടു. അത് ഞങ്ങൾക്ക് സക്സസ് ആയി. അതിന്റെ പോരായ്മകൾ മനസ്സിലായി. അതിനുശേഷം പാലക്കാട് ജില്ലയിൽ ഞങ്ങൾ ഇതുപോലെ തന്നെ
കുറെ ചന്ദനം നട്ടു. അപ്പൊ ഈ രണ്ട് സ്ഥലത്തും ഉണ്ടായ ഗുണങ്ങളും ദോഷങ്ങളും ബുദ്ധിമുട്ടുകളും മനസ്സിലാക്കിയിട്ട് മൂന്നാമത്തെ ഒരു പ്രൊജക്റ്റാണ് ഈ വയനാട് ജില്ലയില് വാളാട് എന്ന് പറഞ്ഞ സ്ഥലത്ത്. അതുപോലെ കോഴിക്കോടും ചെയ്യുന്നുണ്ടെന്നോണ്ടല്ലേ? കോഴിക്കോട് ഞങ്ങളുടെ ഒരു സിസ്റ്റർ കൺസേണിൽ കുറച്ച് ചെയ്തു. ഓക്കെ ഓക്കെ ഓക്കെ. ഈ ഒരു പ്രോജക്റ്റ് അല്ല, ഈ കമ്പനിയുടെ പേര് എങ്ങനെയാണ്? അത് നമ്മുടെ ഈ കമ്പനിയുടെ പേര് കോഫി ബീൻ പ്രോപ്പർട്ടീസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ കമ്പനിയാണ്. ഞങ്ങളിവിടെ ഞങ്ങളുടെ റിലേറ്റീവ്സും ഫ്രണ്ട്സും മാത്രമാണ് ഇവിടെ ഇപ്പൊ ഈ പ്രോപ്പർട്ടിയിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഞങ്ങളതൊരു മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമൊന്നും ഞങ്ങൾ നടത്തിയിട്ടില്ല. ഫസ്റ്റ് ഇത് സക്സസ് ആണ് എന്ന് ഞങ്ങൾക്ക് തന്നെ ഉത്തമ ബോധ്യം വന്നതിന് ശേഷം മറ്റുള്ളവരെയും ഇതുപോലെ കൂട്ടി കമ്പനികൾ രൂപീകരിച്ചോ മറ്റുള്ളവർക്കും കൂടി ഞങ്ങൾക്ക് കിട്ടുന്ന ഈ ആനുകൂല്യങ്ങളും ഗുണങ്ങള് മറ്റുള്ളവർക്ക് എത്തിക്കണം എന്നുള്ളൊരു ഉദ്ദേശം ഞങ്ങളുടെ മനസ്സിലുണ്ട്. ഓക്കെ ഓക്കെ. അപ്പോൾ ഫർദർ ഡെവലപ്മെന്റ്സ് നമുക്ക് പ്രതീക്ഷിക്കാം. തീർച്ചയായിട്ടും ഞങ്ങൾ വേറെ പ്രൊജക്ടിലേക്ക് പോകുന്നുണ്ട്. വേറെ പ്രൊജക്ടില് ഞങ്ങളോടൊപ്പം കൂടാവുന്നവർക്ക് കൂടാനുള്ള അവസരം തീർച്ചയായിട്ടും ഉണ്ടാവും. ഇത് വളർത്തിയെടുക്കുന്നതിന് ഏറ്റവും നൂതനമായ അഡ്വാൻസ് ടെക്നോളജി ഞങ്ങൾ ഉപയോഗിക്കുന്നുണ്ടല്ലേ? ഞങ്ങളിത് വളർത്തിയെടുക്കുക. ഞങ്ങളുടെ ഇതിന്റെ ഈ അഗ്രികൾച്ചർ സെക്ടറിൽ ഏറ്റവും പരിചയസമ്പത്തുള്ള ഡോക്ടർ യതേന്ദ്രദാസ് ആണ് ഞങ്ങളുടെ അഡ്വൈസും കാര്യങ്ങളും തന്നത് ഇതിന്റെ സൂപ്പർവിഷൻ ഉള്ളത്. അതുപോലെ തന്നെ മറയൂർ ഡിവിഷനിലെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്തിരുന്ന മിസ്റ്റർ രാധാകൃഷ്ണൻ സാറ്, അവരുടെ രണ്ടുപേരുടെയും കൃത്യമായ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈ പ്രൊജക്ടുകളെല്ലാം ഞങ്ങളുടെ പ്രൊജക്ടുകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. കെമിക്കൽ ഫ്രീ ആയിട്ട്, കെമിക്കൽ യൂസ് ചെയ്യാതെ തന്നെ ഓർഗാനിക് രീതിയിൽ തന്നെ ഏറ്റവും പുതിയ ടെക്നോളജി ഉപയോഗിച്ചത് തന്നെയാണ് വളർത്തുന്നത് അല്ലേ? തീർച്ചയായിട്ടും ഞങ്ങൾ കെമിക്കൽ ഉപയോഗിക്കുന്നില്ലെന്ന് മാത്രമല്ല മാക്സിമം ഫുള്ളും ഓർഗാനിക് തന്നെയാണ്. തീർച്ചയായിട്ടും സസ്റ്റൈനബിൾ ഫാമിംഗ് എന്നുള്ളതിന് ഏറ്റവും ആവശ്യമായിട്ടുള്ള രീതി തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ജീവാമൃതം ഉൾപ്പെടെ ഞങ്ങൾ ചെയ്തിട്ടാണ് ഈ ചന്ദനം ഞങ്ങൾ വളർത്തുന്നത്. അതുപോലെ ഫ്രൂട്ട്സും 20 വർഷമാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷെ 12 വർഷം 15 വർഷം മതി എന്നാണ് ഞങ്ങളുടെ വിദഗ്ധ ഉപദേശകർ ഞങ്ങളോട് പറയുന്നെങ്കിൽ പോലും ഞങ്ങളത് ഇൻവെസ്റ്റ് ചെയ്തേക്കുന്നവരോട്, ഇൻവെസ്റ്റേഴ്സിനോട്, ഞങ്ങളുടെ റിലേറ്റീവ്സിനോട് ഉൾപ്പെടെ പറയുന്നത് 20 years പ്രതീക്ഷിക്കുക. അതുപോലെ തന്നെ 40 കോടി രൂപ ഒരേക്കറിൽ നിന്നും വരുമാനം കിട്ടുമെന്നാണ് പറയുന്നത്. പക്ഷെ ഞങ്ങൾ അതൊന്നും പറയുന്നില്ല. ഒരു മരത്തിൽ നിന്നും ഒരു 5 ലക്ഷം രൂപ, ഒരു ഏക്കറിൽ 500 മരം നടാൻ പറ്റും. വെട്ടുമ്പോൾ 400 മരം ഉണ്ടാകും. 400 മരത്തിൽ നിന്നും 5 ലക്ഷം രൂപ വെച്ച് 20 കോടി രൂപ പ്രതീക്ഷിക്കുന്നിടത്ത് നമുക്കത് 100% ലഭ്യമാകുന്ന രീതിയിലാണ് നമ്മൾ പോകുന്നത്. ഓക്കെ, സാറിൻ്റെയൊക്കെ ഈ സംരംഭത്തിന് എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. താങ്ക് യു.